ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച ഞങ്ങൾ എങ്ങനെയെങ്കിലും രാഹുലിനെ ACPയെയും കൊല്ലണമെന്ന് വിചാരിച്ചു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ നിന്നെ കൊല്ലാനാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. ചാവടാ ചാവടാ ചാവ. അന്ന് രാത്രി ഞാൻ നോക്കിയപ്പോൾ മതിൽ ചാടിയത് ഗണേഷും മാനേജറും ആയിരുന്നില്ല, നിങ്ങളായിരുന്നല്ലേ? അതെ, മതിൽ ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോ പോലീസ് ഞങ്ങളെ വിരട്ടിക്കൊണ്ട് വന്നപ്പോ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വീണ്ടും തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ രാഹുലിനെ കൊന്നയിടത്ത് അവന്റെ ബോഡി ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഷോക്കായി. അതിനിടയ്ക്ക് നീ ഞങ്ങളെ കണ്ടു. ഞങ്ങൾ കൊന്ന രാഹുലിനെ നീയാണ് കൊന്നെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞങ്ങൾ ഷോക്കായി. അത് കഴിഞ്ഞ് നിന്റെ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ഞങ്ങളുടെ മേഘനെ ഓർമ്മ വന്നു. നിന്നോട് ദയ തോന്നി. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റവാളിയായി ശിക്ഷ അനുഭവിച്ചു. ഞങ്ങൾ ചെയ്ത കുറ്റത്തിന് നീ ശിക്ഷിക്കപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് നിന്നെ സഹായിക്കാൻ രാഹുലിന്റെ ബോഡി ദയിപ്പിക്കുന്നവരെ നിന്റെ കൂടെ തന്നെ നിന്നു. ഇപ്പൊ പറയാ, രാഹുലിനെ പോലെ തന്നെ ACPയെയും കൊല്ലണോ വേണ്ടയോ? കൊന്നുകളഞ്ഞേക്ക്. മൂന്ന് കൊരങ്ങന്മാരെ അവിടെ എന്തിനാടാ ഒളിച്ചു നിൽക്കുന്നേ? പുറത്തേക്ക് വാടാ. നിങ്ങളല്ലടാ എന്നെ കൊല്ലാൻ പോകുന്നത്.
ഞാനാടാ നിങ്ങളെ പട്ടിയെ പോലെ കൊല്ലാൻ പോകുന്നത്. എപ്പോഴാണോ നിങ്ങൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട അതേ സമയത്ത് രാഹുൽ കൊല്ലപ്പെട്ടോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായടാ അവനെ കൊന്നത് നിങ്ങളാണെന്ന്. നിങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഞാനാണെന്നും എനിക്ക് അറിയാവുന്നടാ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ നേരിടാൻ തയ്യാറെടുത്തത്. ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങളെ മാത്രമല്ല, ഞാൻ ഇവളെയും കൊന്നിരിക്കും. അന്ന് മേഘന, ഇന്ന് വിദ്യ. ദാസേ, മാഡം, മോളുടെ ഓപ്പറേഷൻ ആവശ്യമുള്ള 25 ലക്ഷത്തിലുണ്ട്. ഉടൻ തന്നെ ഓപ്പറേഷൻ ഏർപ്പാട് ചെയ്യും. അന്ന് രാഹുൽ സാറും ഗണേശ് സാറും വഴക്കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ എന്റെ മോളുടെ സർജറിക്ക് ആവശ്യമായ 25 ലക്ഷം രൂപ മോഷ്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ ലോക്കർ റൂമിലേക്ക് ചെന്നു. ലോക്കർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ലോക്കർ ഓപ്പൺ ആവാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് അവർ രണ്ടുപേരുടെയും ഒരു ശബ്ദവും കേൾക്കാതെയായി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ഹാളി വന്ന് നോക്കി ഞാൻ ആ 3 പേരും സാറിനെ കൊല്ലുന്ന കണ്ടു. കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് വീണ്ടും പുറത്തു വന്ന് നോക്കിയപ്പോൾ രാഹുൽ സാറിന്റെ ബോഡിക്കടുത്ത് നിങ്ങളുണ്ടായിരുന്നു. പിന്നെ ആ 3 പേരോട് നിങ്ങൾ നടന്നതൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് നിങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്ത് ഞാൻ ആ പൈപ്പ് ഓപ്പൺ ചെയ്തേ.
പക്ഷേ മൂന്നിലൊരാള് ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ മാർഗമായി ആ കർട്ടന് ഞാനാണ് തീ കൊളുത്തിയത്. ഈ കേസിൽ ഞാൻ പെട്ടുപോയ എന്റെ മോളുടെ ഭാവി എന്താവെന്നുള്ള പേടി കാരണം എന്റെ കുടുംബത്തോടെ ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. അന്നത്തെ ദിവസം ഞാൻ നിങ്ങളെപ്പറ്റി ആലോചിക്കാതെ രക്ഷപ്പെട്ടു മാഡം. പക്ഷേ നിങ്ങൾ ഇന്നെന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ പണം കൊണ്ടു തന്നു. എന്നോട് ക്ഷമിക്കണം മാഡം. എടാ വിദ്യ ചേച്ചി വന്നു, എല്ലാരും ഓടി വാ. എടാ വിദ്യ ചേച്ചി വന്നു, വേഗം വാ, വേഗം വാ. ഓടി വാ, ഓടി വാ. വിദ്യ ചേച്ചി വന്നു. സുഖാണോ മോളെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു.